നമ്മൾ മേടിച്ച മഞ്ഞക്കുരിയുടെ മുട്ടയാണ്. അപ്പൊ നമ്മൾ ഇതൊന്ന് ഒരു തോരൻ പോലെ നമ്മളൊന്ന് വാഴയിലയിൽ വെച്ചൊന്ന് വാട്ടിയെടുക്കാൻ പോവുകയാണേ. ഉള്ളിയും കൂടി ചതച്ചതാണ്, അത് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. അപ്പം ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരല്പം കറിവേപ്പില, ഇത് ഉള്ളി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ പലഞ്ഞില് ഇതിലേക്ക് ചേർക്കുവാണ്. ഈ അരപ്പുമായിട്ട് മിക്സ് ചെയ്യണം. കണ്ടോ, നമ്മുടെ പലഞ്ഞിലും അരപ്പും തമ്മിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ മുട്ട നമ്മളൊരു വാഴയിലേക്ക് വെക്കുവാണ്. വാഴയില ഇതൊന്ന് നമുക്കൊന്ന് പരത്തിയിട്ട് നമുക്ക് ഈ വാഴയിലയൊന്ന് മടക്കാം. നമ്മുടെ ഈ വാഴയില നമ്മളൊന്ന് മടക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഈ മുട്ടയും വാഴയിലയും കൂടി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കണം. നമ്മളിതിന്റെ അടിയിൽ ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ചെറിയ തീയിൽ ആവിയിൽ ഇത് വെന്ത് വരണം. നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മീൻ മുട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് കാണിച്ചു തരാവേ. എന്താ, ഇതിൻ്റെ കൂടത്തിൽ പെരിഞ്ജീരകവും കൂടി ചേർത്തുന്നാൽ നല്ല ടേസ്റ്റ് ആണ്. പെരിഞ്ജീരകം തേങ്ങ മാത്രം ചേർത്തിട്ടുള്ളതാണ്. ഇതുകൊണ്ട് പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് എടുക്കാം. കണ്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്. ഇതുപോലെ മീൻമുട്ട എടുത്തിരുന്നാൽ കണ്ടോ, ചോറുമായിട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ്.